ഈ 10 ലക്ഷം രൂപയ്ക്ക് എവിടെ ഞങ്ങൾ സ്ഥലവും വരെ വാങ്ങിക്കേണ്ടത്? അവർ പറയുന്നത് ഈ 10 ലക്ഷം രൂപയെ തരത്തുള്ളെന്ന് പറയുന്നു. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാം? ആലപ്പുഴ ജില്ലയിൽ മഴയെ തുടർന്ന് കനത്ത കടൽക്ഷോഭമാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ അനുഭവപ്പെട്ടത്. ഇന്നലെ കടൽക്ഷോഭത്തെ തുടർന്ന് കേടുപാട് സംഭവിച്ച വീടിന് സമീപത്താണ് ഞാൻ നിൽക്കുന്നത്. ആലപ്പുഴ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് കാക്കാഴം 1-ാം വാർഡിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ നിരവധി വീടുകൾക്ക് കേടുപാട് സംഭവിച്ചു. കൂടാതെ തൃക്കുന്നപ്പുഴ, ആറാട്ടുപുഴ പ്രദേശങ്ങളിലടക്കം നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. പലരും ബന്ധുവീടുകളിലേക്കും ക്യാമ്പുകളിലേക്കുമൊക്കെയും മാറിയിട്ടുണ്ട്. കടൽഭിത്തി നിർമ്മാണം അടക്കമുള്ള പരാതികൾ നിരവധി വർഷങ്ങളായി അവർ ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന അമ്പലപ്പുഴയിലെ ഈ തെക്ക് പഞ്ചായത്തിലെ ഒരു വീടിൻ്റെ സമീപത്താണ്. അവിടുത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീടിൻ്റെ അകമൊക്കെ ഇന്നലെ ഈ കടൽക്ഷോഭത്തെ തുടർന്ന് ആകെ തകർന്ന അവസ്ഥയിലാണ്. വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അറിയാം, മേൽക്കൂര അടക്കം തകർന്നു. ഈ വീട്ടിലുണ്ടായിരുന്ന ആളുകളൊക്കെ പുറത്തേക്ക് ബന്ധുവീടുകളിലേക്ക് മാറുകയും ചെയ്തു. വളർത്തുമൃഗങ്ങളുമൊക്കെയായി പോയി. മുഴുവൻ സാധന സാമഗ്രികളും വെള്ളം കയറി നശിച്ച ഒരു അവസ്ഥയിലാണ്. വീട്ടിൻ്റെ ഗ്രഹനാഥനായ ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരെങ്ങനെയാണ്? മത്സ്യത്തൊഴിലാളിയാണല്ലേ? മത്സ്യത്തൊഴിലാളിയാണ്. എപ്പോഴായിരുന്നു ഈ സംഭവം? നല്ല ഒരു 11:30 അപ്പോൾ ഞാൻ പിള്ളേരെ മരുമോളെയും 2 പിള്ളേരുണ്ടായിരുന്നു. അവരെ മൂത്തനോട് വെള്ളോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്നത് കഴിഞ്ഞ് ഭാര്യ ഉണ്ടായിരുന്നു. ഭാര്യ ഞാൻ വലിച്ചു വെള്ളോട്ട് ഇവിടെ നാട്ടുകാരും കൂടെ വലിച്ച് വെള്ളോട്ടപ്പോഴത്തേക്ക് വന്ന് ഇത്തരം അടിക്കുമായിരുന്നു. വന്ന് കാറ്റുമായിട്ട് അടിച്ച് എന്താണെന്നറിയാം. പിന്നെ അവർക്ക് ചെറിയ ഉളുക്ക് മാത്രമേ ഉള്ളൂ കാലിന്. എല്ലാ വർഷവും ഇത് തന്നെയാണ്? എല്ലാ വർഷവും. ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ എന്തായിപ്പോയത്. ഇത്രയും എന്തായിപ്പോയത്. എല്ലാ വർഷവും ഉണ്ട്, പക്ഷെ ഇത്തവണയാണ് ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. ഈ കടൽഭിത്തി ഇല്ലാത്തതാണോ ഇത്ര ഒരു ബുദ്ധിമുട്ടിന്? കടൽഭിത്തി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഇതെല്ലാം താന്നു പോയില്ലേ, ആ കിടക്കുന്ന എല്ലാം താഴോട്ട് പോയി. അതാണ് ഏറ്റവും വലിയ. ഇപ്പൊ ഈ റോഡിന് ഇപ്പൊ കാണാൻ വിളിച്ചിട്ടേക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും അവിടെ വന്നാൽ അപ്പുറത്തോട്ട് ഇപ്പുറത്ത് താമസിക്കുന്നവർക്ക് അപ്പുറത്തോട്ട് പോകാനൊക്കത്തില്ല. അങ്ങനെയുള്ള അപ്പുറത്തും പ്രശ്നം തന്നെ, അപ്പുറത്തെ വീട്ടുകാർക്കും. ഈ ഭാഗത്ത് എത്ര കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്? ഇവിടെ ഇപ്പൊ ഒരു 10, ഇപ്പൊ ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഒരു 7-8 വീടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ട് ഈ ലൈൻ തന്നെ ഒരു 10-50 വീടുകളും ഉണ്ട്. അതും എല്ലാം എന്തോന്നായിട്ട് നിൽക്കുക കടലില്. ഉണ്ട്. ഇതുപോലെ തന്നെ ഇപ്പുറത്ത് അപ്പുറത്ത് കാണുന്ന വീടുമല്ല, ഈ നിരപ്പ് കാണുന്ന വീടും ഇന്നലെ ഒരു മേളം തന്നെ ആയിരുന്നു. എന്തായാലും ഇന്നലത്തെ കടൽക്ഷോഭത്തെ തുടർന്ന് നിരവധി വീടുകളിൽ ഈ സമാനമായ സ്ഥിതിയുണ്ട്. വീടുകളിൽ മണ്ണ് കയറിയ അവസ്ഥയുണ്ട്. മറ്റൊരു സമീപവാസി ആൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് മനാഫ്. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ അവസ്ഥ ഇന്നലെ 12 മണി കഴിഞ്ഞാണ് ഈ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ട് ഇതേപോലെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സർക്കാർ 10 ലക്ഷം രൂപ തരാമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല. 3 സെന്റ് സ്ഥലമല്ല, അതിൽ കൂടുതലൊന്നും കിട്ടാൻ മാർഗ്ഗമില്ല. അവർ പറയുന്നത് ഈ 10 ലക്ഷം രൂപയെ തരത്തുള്ളെന്ന് പറയുന്നു. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാം? എന്നാൽ ഈ മുട്ടുപോലും ഇല്ല ഇവിടെ. അതാണ് ഈ കടൽക്ഷോഭം ഉണ്ടായ വീടൊക്കെ. ഇത് കണ്ടില്ലേ, നിങ്ങൾ നേരിട്ട് കണ്ടല്ലേ? ഇതേപോലെ തന്നെ അങ്ങോട്ടുള്ള വീടുകളും അതേപോലെ കിഴക്ക് കയറി ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കുകയല്ല. ഇവിടുന്ന് പോയാൽ നിങ്ങൾക്ക് തൊഴിലിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഈ തീരദേശി കിടക്കുന്നത്. ഞങ്ങൾ ഇപ്പം തന്നെ ഈ ഓട തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പെൻഡിങ്ങാണ്. ഞങ്ങൾ 4 സ്ഥാപനം അളഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ ഇവിടെ ഉള്ള 100-150 പെണ്ണുങ്ങളോളം അതിലെ തൊഴിലാളികളാണ്. അതും പെൻഡിങ്ങിൽ കിടക്കുക. ഇവിടെ എല്ലാം കൊണ്ടും ഇവിടെ ഒരു ദുരിതം തന്നെയാണ്. എന്തായാലും ഇവരൊക്കെ താമസിക്കുന്നതിന് സമീപത്ത് ഇപ്പോൾ ഒരു ഓട നിർമ്മാണം നടക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ആ ഓട നിർമ്മാണം വളരെ അശാസ്ത്രീയമാണ്. അത് ആളുകളുടെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്നു. അതോടൊപ്പം ഇവിടെയുള്ള ചില ചെറുകിട പീലിംഗ് ഷെഡിലടക്കം ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതാണല്ലേ ഓട? ഇതാണ് ഈ ഓട. 15 ദിവസം കൊണ്ട് തീർക്കാൻ ഇപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടും പകുതി പോലും ആയിട്ടില്ല. പണിക്കാരില്ല. അതാണ് ഈ വരുന്ന കുഴപ്പങ്ങൾ മതി. ഇതുകൊണ്ടൊരു ഗുണവും ഇല്ല ആർക്കും. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, കടലിനോട് വളരെ ചേർന്നാണ് നിരവധി കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അവർക്കൊക്കെ ഈ കടൽക്ഷോഭം ഉണ്ടാക്കിയ ദുരിതം വളരെ ബുദ്ധിമുട്ടാണ്. എന്തായാലും ചേച്ചി, നിങ്ങളുടെ പ്രശ്നം എങ്ങനെയാണെന്ന് പറഞ്ഞത്? ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ ആകെ മൊത്തത്തിൽ പെരയ്ക്ക് സ്ഥലത്തിനും കൂടെ തന്ന്. അതിലാകെ 7 ലക്ഷം രൂപ കൂടെ സ്ഥലത്തിന് പോയി. ബാക്കി 2.25 ലക്ഷം രൂപ കിട്ടിയത് പെരയായിട്ട് വെച്ചിട്ട് 8 ലക്ഷം രൂപ കടവും കൂടെ കയറി ബാങ്ക് പലിശ വരെ ആയി കിടക്കുക. ആ ലെവലിലായിട്ട് അത് ഫുള്ള് കടത്തില് പകുതി പണിയിൽ കിടക്കുക. പെര വെച്ച് തീർക്കാൻ പറ്റുന്നില്ല. ഹൈവേക്ക് ഇല്ല, പെര വെച്ച് വരുവാ ഞങ്ങളും എല്ലാം അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ പകുതി പണി കിടക്കുക. ഞങ്ങളുടെ പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളെ കൊണ്ട് നിവർത്തിയില്ല. അങ്ങനെ പകുതി പണി കിടക്കുന്നത് കാരണം ഹൈവേക്ക് കോടികൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഈ തീരദേശത്ത് 30 ലക്ഷം രൂപ, ഈ 10 ലക്ഷം രൂപയ്ക്ക് എവിടെ ഞങ്ങൾ സ്ഥലവും വരെ വാങ്ങിക്കേണ്ടത്? അതും കോൺക്രീറ്റ് ചെയ്ത പെര വേണമെന്നുള്ള അവരുടെ നിബന്ധന. നമ്മുടെ കൊക്കിലൊതുങ്ങിയ രീതി ചെയ്യാനോ അവർ അനുവദിച്ചില്ല. ഇപ്പൊ ചെയ്തിട്ട് 4 കാലേ കിടക്കുന്നു. ഞങ്ങൾക്ക് കയറി താമസിക്കാനോ പോകാനോ ഒരു നിർവാഹവും ഇല്ല. ഇപ്പൊ ഞങ്ങൾ കടൽത്തിട്ട് വീണ്ടും കടലടി കൊണ്ട് കിടക്കുക. എന്തായാലും ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ നാട്ടുകാർ ഓരോരുത്തരും പങ്കുവെക്കുന്നത്. കടൽക്ഷോഭം ഉണ്ടായതിനെ തുടർന്ന് നിരവധി പ്രതിസന്ധികളാണ് അവർ നേരിടുന്നത്. തൊഴിൽപരമായ പ്രതിസന്ധിയുണ്ട്. കൂടാതെ വീടുകൾ
മറ്റിടങ്ങളിലേക്ക് വെച്ച് മാറുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ നിയമ നടപടികൾ, പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് തീരദേശവാസികൾ അനുഭവിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഒട്ടാകെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരുടെ പ്രതിസന്ധി ഇതാണ്. പ്രത്യേകിച്ച് കടൽക്ഷോഭമടക്കമുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ജീവിതത്തെ ആകെ താളം തെറ്റിക്കുകയാണ്. അമ്പലപ്പുഴയിൽ നിന്നും ലേഷ് കാഞ്ഞികാവിനൊപ്പം ജോസി ബാബു, മീഡിയ 1.